നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചിമ്മിനി ഡാമിൽ നിന്ന് 13,000 ഏക്കർ കോൾ നിലങ്ങളിലേക്ക് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. കളക്ടർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. വയനാട് ചൂരൽമല ദുരന്തത്തിൽ സംരംഭങ്ങൾ നഷ്ടപ്പെട്ടവർക്കുള്ള സഹായങ്ങൾ ഉടൻ നൽകുമെന്ന് മന്ത്രി കെ രാജൻ. വയനാട് പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ആവർത്തിച്ചു മന്ത്രി. പുതുക്കാട് ബാർ ഹോട്ടലിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ പിടിയിൽ. കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി വിഷ്ണു, വാസുപുരം സ്വദേശി ആയുഷ്, ചാലക്കുടി സ്വദേശി ജോർജ്, കുറ്റിക്കാട് സ്വദേശി അജിത്ത് എന്നിവരാണ് പിടിയിലായത്. വാഴക്കോട് BRDക്ക് സമീപം നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. ആറ്റൂർ സ്വദേശി ഭഗവതിക്കുന്ന് വീട്ടിൽ കുഞ്ഞൻ മകൻ 25 വയസ്സുള്ള സരാജാണ് മരിച്ചത്. പേരാമ്പ്ര നാടുകുന്നിൽ പിക്കപ്പ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശി ബാലാജി എന്ന ബാലമുരുകനാണ് മരിച്ചത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നു. ഉഷപൂജയ്ക്ക് ശേഷം വിശേഷാൽ ശീവേലി മേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. ഉത്രാളിക്കാവ് പൂരപങ്കാളികളായ എങ്കക്കാട് കുമരനെല്ലൂർ ദേശക്കാരുടെ കാഴ്ചപ്പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇരു ദേശങ്ങളും ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ഇരുവശത്തായി പാടത്താണ് കാഴ്ചപ്പന്തൽ ഒരുക്കുന്നത്. ഈ മാസം 24-നാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം. ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടുകൾക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകി. ഞായറാഴ്ച നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്, പൂര ദിവസം നടക്കുന്ന പകൽ വെടിക്കെട്ട്, പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് എന്നിവയ്ക്കാണ് ADM R. അനിൽ അനുമതി നൽകിയത്. ഫിഷറീസ് വകുപ്പ് നാട്ടിക മത്സ്യഭവന്റെയും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മികവിന്റെ നിറവിൽ തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹൈസ്കൂളിനുള്ള PTA അവാർഡ്, ദേവമാത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള ഏറ്റവും മികച്ച ഹൈസ്കൂൾ, ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളുകളിലെ ഏറ്റവും നല്ല ക്ലീൻ ക്യാമ്പസ് എന്നീ നേട്ടങ്ങളാണ് സെന്റ് അലോഷ്യസ് സ്കൂൾ സ്വന്തമാക്കിയത്. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും മന്ത്രി ഗണേഷ് കുമാർ നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പരിശുദ്ധ റംസാൻ മാസത്തിൽ അത്തറിന്റെ സുഗന്ധമാർന്ന പുണ്യം പകർന്ന് ആദ്യ വെള്ളിയാഴ്ച മസ്ജിദുകളിൽ ജുമാ നിസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഏങ്ങണ്ടിയൂർ 1000 കണ്ണി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി നാരായണൻകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 25-നാണ് മഹോത്സവം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ ദേശീയ ആയുഷ് മിഷനും ആയുഷ് വകുപ്പും സംയുക്തമായി നടത്തുന്ന പദ്ധതി വടക്കാഞ്ചേരി സെന്റ് പയസ് UP സ്കൂൾ ഹാളിൽ നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 30 വർഷമായി നടത്തിവരുന്ന റംസാനിന്റെ ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ചളിങ്ങാട് സെന്റർ ഖത്തീബ് അബൂബക്കർ സിദ്ദിഖി പ്രാർത്ഥന നിർവഹിച്ചു. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CITU നിയന്ത്രണത്തിലുള്ള അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ, അപ്പോളോ ടയേഴ്സ് വർക്കേഴ്സ് മൂവ്മെന്റ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ നടത്തിപ്പുകാരായ കാവിൽ ദേശത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷ കമ്മിറ്റി യോഗവും വരവ് ചെലവ് കണക്കവതരണവും നടന്നു. ജനറൽ കൺവീനർ ML വേലായുധൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ റംദാനിൽ വഴിയാത്രക്കാർക്ക് നോമ്പുതുറ ഇഫ്താർ ഖൈമ ഒരുക്കി SY സാന്ത്വനം പ്രവർത്തകർ. കൊടുങ്ങല്ലൂരിൽ നടന്ന ഇഫ്താർ ഖൈമയുടെ ജില്ലാതല ഉദ്ഘാടനം SYS തൃശൂർ ജില്ലാ സാമൂഹികം ഘടകം പ്രസിഡന്റ് നിസാർ സക്കാഫി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ കൺവെൻഷൻ ഉല്ലൂക്കരയിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു. പന്തല്ലൂർ ജനതാ UP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. രാജീവ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ പട്ടികജാതി വിരുദ്ധ നയങ്ങൾക്കും വഞ്ചനയ്ക്കുമെതിരെ BJP പട്ടികജാതി മോർച്ച കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട് ഉപകരണങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മംഗലാംകുന്ന് പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ആനപ്പൂരവും കാള എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു.
ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് മാധ്യമ ലോകത്തേക്ക് തിരിച്ചു പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല പാടെ തകർന്നുവെന്നും ജനീഷ്. ഭൂമിയുടെ കൈവശാവകാശ രേഖ ഉൾപ്പെടെ വിവിധ രേഖകൾ നൽകുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി. പൊന്നിയൂർക്കുളം കടിക്കാട് വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ NP വിനോദാണ് അറസ്റ്റിലായത്. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസിന്റെ പാവർട്ടി കേന്ദ്രത്തിൽ നടന്നുവരുന്ന കലാശില്പശാലയുടെ ഭാഗമായി പാവർട്ടി തിരുവെങ്കടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഥകളി അരങ്ങേറി. കലാമണ്ഡലം ആദിത്യനും സംഘവുമാണ് കഥകളി അവതരിപ്പിച്ചത്. നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രഥമ സംസ്ഥാന കലോത്സവത്തിന് തൃശൂരിൽ അരങ്ങുണർന്നു. ടൗൺ ഹാളിൽ മന്ത്രി ആർ ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലോത്സവം ഞായറാഴ്ച സമാപിക്കും. പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മനയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. കൃഷിഭവന്റെ സഹകരണത്തോടെ 3 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. കൃഷി ഓഫീസർ EV അനഘ ഉദ്ഘാടനം ചെയ്തു. വൈദ്യശാസ്ത്ര മേഖലയ്ക്കൊപ്പം കലാ സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ TA രാധാകൃഷ്ണന്റെ 13ാം ചരമവാർഷിക ദിനാചരണം ഈ മാസം 25-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന തൊഴിൽ മേള ശനിയാഴ്ച പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ നടക്കും. മത്സ്യബന്ധന കുടുംബങ്ങളിൽ നിന്നുള്ള +2 അതിനു മുകളിലും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കാരുമാത്ര TS വിജയൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 26-നാണ് പൂരം. വേലൂർ പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി. താലപ്പൊലി 28-നും കുമ്മാട്ടി മാർച്ച് 1-നും നടക്കും. മാർച്ച് 2-നാണ് പൂരം ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലേക്ക്. ശമ്പള വർധന ആവശ്യപ്പെട്ട് നാളെ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. വിസ തട്ടിപ്പ് കേസിൽ 2 പേരെ തൃശൂർ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. സുജിൽ ധർമ്മൻ, ബിനു ബാബുജി എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാരി മിത്ര കൺവെൻഷൻ പൂമലയിൽ നടന്നു. കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റായി PO ജോസിനെയും സെക്രട്ടറിയായി ലിജി ബെഞ്ചമിനെയും ട്രഷററായി K പ്രദീപ് കുമാറിനെയും തെരഞ്ഞെടുത്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.